നോക്കൂ, നിർമ്മല സീതാരാമൻ 2013-14 കാലഘട്ടത്തിലെ കേരളത്തിന് ലഭിച്ച തുകയും ഇപ്പോൾ 2024 തുകയും താരതമ്യം ചെയ്തിട്ട് അതിന് 224 കണക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കൂ, ഓരോ കാലഘട്ടത്തിൽ കേരളം അർഹിക്കുന്നത് എത്രയാണോ അത് കിട്ടുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആവശ്യം. അത് കേരളത്തിൻ്റെ മാത്രം ആവശ്യമല്ല എന്ന് നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഇന്ത്യ മുന്നണി നിലവിൽ വന്നതിന് ശേഷം ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പൊതുസമ്മേളനം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ ഭോപ്പാലിൽ ആദ്യം ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ തന്നെയും അന്ന് ദിഗ്വിജയ് സിംഗ് ആണ് അതിന് ഉടക്ക് വെച്ചത്. പിന്നീട് ഓരോയിടത്തും അത് നടത്താൻ തീരുമാനിച്ച് ഒരു സ്ഥലത്ത് പോലും അത് നടന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. നോക്കൂ, ഇന്നിപ്പോൾ ഫെഡറലിസത്തിന് വേണ്ടിയുള്ള സമരത്തിൽ എല്ലാവരും യോജിച്ച് നിൽക്കുന്നു എന്ന് മാത്രമല്ല, നേരത്തെ സുജിയ പാർവതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ചിതറിക്കിടന്ന ഒരുപാട് ഗ്രീവൻസസ് ഉണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അത് ഒത്തുചേർന്ന് വന്നപ്പോൾ അതിനകത്ത് വലിയൊരു രാഷ്ട്രീയ സന്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വളരെ സമീപകാലത്ത് കണ്ട ഏറ്റവും മികച്ച പ്രസംഗങ്ങളാണ് ഇന്ന് പളനിവേൽ ത്യാഗരാജനാണെങ്കിലും ഫറൂഖ് അബ്ദുള്ള ആണെങ്കിലും ഭഗവത് സിംഗ് മാൻ ആണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും ഒക്കെ തന്നെ കപിൽ സിബൽ ആണെങ്കിലും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. നമ്മളൊക്കെ ഒരുപാട് കാലമായി മിസ് ചെയ്തിട്ടുള്ള, കേൾക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പളനിവേൽ, ഞാൻ ആദ്യം ഫറൂഖ് അബ്ദുള്ളയിലേക്ക് വരാം. ഫറൂഖ് അബ്ദുള്ള ചൂണ്ടിക്കാണിക്കുന്നത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ ഞങ്ങൾ നിഷേധിക്കും എന്ന് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഫറൂഖ് അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങുന്നത്. ഭരണഘടനാപരമായി ജമ്മു കശ്മീരിൻ്റെ അവകാശം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 5 വർഷമായി നിഷേധിക്കുന്നു. അത് സുപ്രീം കോടതിയിൽ ഉറപ്പ് നൽകുന്നു, 370 വിധി സമ്പാദിക്കുന്നു. എന്നിട്ട് പോലും പഞ്ചായത്ത് മുതൽ നിയമസഭ വരെ ഇന്നിപ്പോൾ ജമ്മു കശ്മീരിൽ ഇലക്റ്റഡ് അംഗങ്ങളില്ല. ഒരു സംസ്ഥാനം നിന്ന നിൽപ്പിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള സ്ഥിതിവിശേഷത്തിൽ ഒരാൾ പോലും ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ല, ഒരു ജനങ്ങളുടെ പ്രതിനിധിയില്ല. അതാണ് കർണാടകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ഭഗവത് സിംഗ് മാനിലേക്ക് പോയാൽ, ഭഗവത് സിംഗ് മാൻ പറയുന്നത് ബജറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ സംസ്ഥാന മന്ത്രിസഭ ആവശ്യപ്പെട്ടിട്ട് ഗവർണർ അത് കേൾക്കുന്നില്ല. എവിടെയൊക്കെ BJP പ്രതിപക്ഷത്ത് പോലുമില്ലാത്ത അവസ്ഥയുണ്ടോ അവിടെ BJP ആണ് പ്രതിപക്ഷം. അവിടെ 2 നിയമസഭാംഗങ്ങൾ മാത്രമാണുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ പക്ഷേ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അകാലിദളോ മുന്നോട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ ഗവർണറാണ് ഇടപെടുന്നത് എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ ഭഗത് സിംഗ് മാൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, ചണ്ഡീഗഡിലെ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ വളരെ രസകരമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഭഗവത് മാനിൻ്റെയൊക്കെ പ്രസംഗം ഞാൻ ഒരു ഫുൾ ലൈവ് കേൾക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇത്രയും രസകരമായ രീതിയിൽ ആളുകളുമായി സംവദിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് യഥാർത്ഥത്തിൽ ഭഗവത്. അദ്ദേഹം നേരത്തെ പാർലമെൻറ്റ് അംഗമായിരുന്നു. വളരെ കവിതയൊക്കെ ചൊല്ലി പാർലമെൻറ്റിനെ രസിപ്പിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായും കേൾക്കുന്നത് ഇന്നാണ്. അത് ഈ ചണ്ഡീഗഡിൻ്റെ കാര്യത്തിനകത്ത് ഭഗവത് സിംഗ് മാൻ പറയുന്നത് 10 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഒരു പ്രദേശമാണ്. അവിടെ BJPയുടെ വരണാധികാരി 50% അംഗങ്ങളെ അയോഗ്യരാക്കി കളഞ്ഞു, അസാധുവാക്കി കളഞ്ഞു വോട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഭഗവത് മാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ 90 കോടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഏത് നിലയിലാണ് BJP ആ മെഷീനറിയെ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന സംശയം ഭഗവത് സിംഗ് മാൻ നമ്മളുടെ മുന്നിൽ വെക്കുന്നുണ്ട്. 10 കിലോമീറ്റർ വിസ്തീർണമുള്ള ചണ്ഡീഗഡിൽ തോക്കാൻ വയ്യ. അപ്പോൾ രാജ്യത്ത് തോക്കാൻ BJP സമ്മതിക്കുമോ എന്നുള്ള ചോദ്യം ഒരുപാട് അർത്ഥങ്ങളുള്ള ചോദ്യമാണ്. ഇനിയിപ്പോൾ മറ്റൊന്ന് കെജ്രിവാളിൻ്റെതാണ്. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഏജൻസികൾ വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിൽ കെജ്രിവാളിന് ഇങ്ങനെ തള്ളി വരികയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി. പകുതിയോളം സംസ്ഥാനങ്ങൾ, ഏതാണ്ട് 70 കോടിയോളം ജനങ്ങൾ BJP ഇതര സംസ്ഥാന സർക്കാരുകളാണ് ഭരിക്കുന്നത്. ആ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ പാകിസ്ഥാനിലെ ജനങ്ങളെപ്പോലെ കരുതുന്നു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. 3 തരത്തിലാണ് കേന്ദ്രത്തിൻ്റെ വിവേചനം അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഞെരുക്കൽ എന്നാണ് പറയുന്നത്. 1 ഫണ്ട് തരാതെ, അത് കേരളം അടക്കമുള്ള വിഷയം. 2 ഗവർണർ, അതും കേരളത്തിൻ്റെ വിഷയം തന്നെയാണ്. 3 ED-യെക്കുറിച്ച് വളരെ രസകരമായി, ഭഗവന്തിനെ പോലെ തന്നെ വളരെ രസകരമായി, സാധാരണഗതിയിൽ നമുക്ക് ഒരു കേസുണ്ടായാൽ ഒരു അന്വേഷണം നടക്കും, അന്വേഷണത്തിന് ശേഷം വിചാരണ ഉണ്ടാകും, വിചാരണ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജയിലിടുക. ഇപ്പോൾ BJP ED ഉപയോഗിച്ച് ചെയ്യുന്നത് എന്താണ്? ആദ്യം ആരെയാണ്
ആരെയാണ് ജയിലിൽ ഇടേണ്ടതെന്ന് തീരുമാനിക്കുക, എന്നിട്ട് അയാളെ പിടിച്ച് ജയിലിലിടുക. ജയിലിലിട്ട് കഴിഞ്ഞതിന് ശേഷം അയാൾക്കെതിരെ കേസ് തീരുമാനിക്കുക. കേസ് തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം വിചാരണ ഉണ്ടാക്കുക. വിചാരണ ഇയാൾ എത്ര കാലം ജയിലിൽ കിടക്കണോ അത്രയും കാലം നീട്ടിക്കൊണ്ടുപോവുക. ഇതാണ് BJP കേന്ദ്ര സർക്കാരിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഫണ്ട് തരാത്ത വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് 2 ലക്ഷം കോടിയാണ് ആദായ നികുതി ഇനത്തിൽ ദില്ലിയിൽ നിന്ന് മാത്രമായി കേന്ദ്രം കൊണ്ടുപോകുന്നത്. എന്നിട്ട് പകരം ആ സംസ്ഥാനത്തിന് തിരികെ കൊടുക്കുന്നത് 325 കോടി രൂപയാണ് എന്നുള്ളതാണ്. ഒരാളും ദൈവമല്ല എന്നാണ് പളനിവാൽ ത്യാഗരാജൻ പറയുന്നത്. ഒരു സ്ഥാനവും ആജീവനകാന്ത കാലത്തേക്കല്ല, അധികാര സ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇത് ഈ പ്രസംഗം യഥാർത്ഥത്തിൽ പളനിവേലിൻ്റെ പ്രസംഗം എല്ലാ നേതാക്കളും പിന്നീട് പ്രസംഗിച്ച എല്ലാവരും അത് ഉദ്ധരിക്കുകയുണ്ടായി. കാരണം അത് മോദിക്കുള്ള മുന്നറിയിപ്പാണ് എന്നുള്ളതുകൊണ്ട്. പിണറായി വിജയൻ ഈ സോർത്ത് നൗത്ത് ഡിവൈഡിനെ കുറിച്ച് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, അതിനകത്ത് ആരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിവേചനം കാണിക്കുന്നത്, ആരോടാണ് ലാളന, ആരോടാണ് പീഡനം എന്നത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഇത്രേ കൺക്ലൂഡ് ചെയ്യാനുള്ളൂ ഇക്കാര്യത്തിൽ. ഏതായാലും ഇന്നലെ സുജി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർണാടകം ഇന്നലെ നടത്തിയത് അവരുടെ മാത്രം സംസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ് എങ്കിൽ കേരളത്തിൻ്റെ സമരം ഒരുപക്ഷെ രാജ്യത്തിനാകെ തന്നെയും പ്രതിപക്ഷ കക്ഷികളെ ഒന്നിച്ചണിനിരത്താൻ കഴിഞ്ഞു, ആവേശഭരിതരാക്കാൻ, പ്രതിപക്ഷ കക്ഷികളെ ഒക്കെ ആവേശഭരിതരാക്കാൻ കഴിഞ്ഞു. സുപ്രീം കോടതിയിലെ പോരാട്ടം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും മന്ത്രിസഭ ചെന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു. ദില്ലി ചലോ ആ ഘട്ടത്തിലാണ്, തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ദില്ലി ചലോ എന്ന സമരം തീരുമാനിച്ചത്. അത് ആകെ പ്രതിപക്ഷത്തെ സംഘടിപ്പിച്ച് ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് ഫെഡറൽ സമ്പ്രദായം തകരുന്നത് കൊണ്ട് ദോഷമുണ്ടാകുന്നത് എന്ന് പറയാനുള്ള വേദി ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ചരിത്രത്തിൽ ചുവന്ന അക്ഷരത്തിൽ കുറിച്ച ദിവസമായി ഇന്നത്തേത് മാറും. Meet the editors.